ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെറിൻസ് ഓട്ടോ വേൾഡ്. ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഇതിനകത്ത് ഞാൻ വാഹനങ്ങളെക്കുറിച്ച് മാത്രമുള്ള വീഡിയോസാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തും കൊടുക്കണം. സോ നമുക്ക് തുടങ്ങാം. ബ്രിട്ടനടുത്തുള്ള ഒരു ഐലൻഡാണ് ഐൽ ഓഫ് മാൻ എന്ന് പറയുന്നത്. അവിടെയുള്ള പീൽ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പീൽ ട്രിഡൻ്റ് എന്ന് പറഞ്ഞ ഒരു കാറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 1960 ഇറങ്ങിയ വേൾഡിലെ തന്നെ ഏറ്റവും കുഞ്ഞൻ കാറായ ബബിൾ ഷേപ്പിലുള്ള കോമ്പാക്റ്റ് കാറാണിത്. ഇതിന് 3 വീലുകളോടുകൂടിയ ഇതിൻ്റെ 49 cc DKW എഞ്ചിനും ഇതിൻ്റെ മാക്സ് സ്പീഡ് എന്ന് പറയുന്നത് 45 km/h. ഇതിൻ്റെ ബോഡി ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു അൾട്രാ ലൈറ്റ് വെയ്റ്റ് വാഹനമാണ്. ലെങ്ത് എന്ന് പറയുന്നത് 73 ഇഞ്ചസും വിഡ്ത്ത് 39 ഇഞ്ചസും ഹൈറ്റ് 54 ഇഞ്ചസുമാണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 68 kg ആണ്. ഇതിൻ്റെ പവർ 4.2 ഹോഴ്സ് പവറാണ്. ഇതിന് 3 സ്പീഡ് മാനുവലാണുള്ളത്. പിന്നെ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി 100 mpg ആണ്. ദാറ്റ് മീൻസ് it could travel around 42.5 km on just 1 liter of fuel. ഇറങ്ങിയ ടൈമിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 190 ബ്രിട്ടീഷ് പൗണ്ട്സ് ആയിരുന്നു. ദാറ്റ് മീൻസ് ഒരു 260 USD ആയിരുന്നു എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഇന്നത്തെ വില അത് ഭയങ്കര കൂടിയ വിലയാണ് കേട്ടോ. ഇതിൻ്റെ റീസെൻറ്റ് ഓപ്ഷൻ വില അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 60,000 USD തൊട്ട് 120,000 USD വരെയാണ്, ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് കണ്ടീഷൻ ആൻഡ് ഒറിജിനാലിറ്റി. ഇനിയും ഞാൻ ഇതേപോലുള്ള ഒത്തിരി വാഹനങ്ങളുടെ വീഡിയോസ് ഉടൻ തന്നെ ഇടും, 1 by 1 ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെ പറ്റിയുള്ള കമൻ്റ് ഇടാം. ഞാൻ എന്തെങ്കിലും അഥവാ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഈ കമൻറ്റിലൂടെ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ വേറൊരു ചാനലിൻ്റെ പേരാണ് അക്രോസ് ദ ഓഷ്യൻ 1237. അപ്പോൾ ആ ചാനലിൽ ഞാൻ ട്രാവൽ വ്ളോഗ്സാണ് പൊതുവായിട്ട് ഇടുന്നത്. സോ ആ ഒരു ചാനലിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ എൻ്റെ കുഞ്ഞിൻ്റെ ചാനലായ 30 Weeks to Wonder എന്ന് പറയുന്ന ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതേപോലുള്ള ഒത്തിരി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ എല്ലാവരും എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.